ഹലോ, ഇന്നൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് അളവ് ഡ്രസ്സാണിത്. ഈ ഡ്രസ്സിൻ്റെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ആദ്യം ഇതേപോലെ ഇങ്ങനെ മറച്ച് എടുക്കണം. മറിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട തുണി എടുക്കുക. സ്റ്റിച്ച് ചെയ്യേണ്ട തുണി എടുത്തിട്ട് ആദ്യം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് രണ്ടായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കുമ്പോൾ ചുളിവുകളൊന്നും ഇല്ലാണ്ട് മടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിലേക്ക് അളവ് ഡ്രസ്സ് രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അളവ് മാർക്ക് ചെയ്യുക. അളവ് മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. കറക്റ്റ് ആ ഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ വെച്ച് മാർക്ക് ചെയ്യരുത്. ലൂസ് ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടൊക്കെ എടുക്കുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ അളവ് ഡ്രസ്സിൻ്റെ അതേ ലെങ്ത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഫ്രോക്കിനെക്കാട്ടും കുറച്ച് കൂടുതൽ ലെങ്ത്ത് വേണ്ടതുകൊണ്ട് ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഈ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അളവ് ഡ്രസ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അളവ് ഡ്രസ്സ് വെച്ചതിന് ശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അളവ് ഡ്രസ്സ് വെച്ച് വരച്ചാലും കുഴപ്പമില്ല. നമ്മളിവിടെ ആംപോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇറക്കം മെഷർ ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 7.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 7.25 ഇഞ്ച് വരച്ച് കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു പീസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ യോക്ക് പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്കേർട്ട് പോർഷൻ ആവശ്യമായിട്ടുള്ള തുണി ഞാൻ ഇതുപോലെയാണ് അളന്നെടുക്കുന്നത്. ഞാനിവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഡെമോ പോലെ കുറച്ച് പ്ലീറ്റ്സ് വെച്ചിട്ട് പ്ലീറ്റ്സ് ഈ യോക്ക് പോർഷനിൽ കൊള്ളാവുന്ന അത്രയും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അത്രയും തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ തുണി വേണ്ടി വരും. വലിയ പ്ലീറ്റ്സ് ആണെങ്കിൽ കുറച്ച് തുണി മതി. അതെങ്ങനെയാണോ നമുക്ക് താല്പര്യം നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. ഇനി ഈ യോക്ക് പോർഷൻ ഇതുപോലെ മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തോളൂ. ആ ബാക്ക് പീസ് വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ മുകളിലോട്ട് കറക്റ്റ് ഇതിനെ ഒപ്പം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്കേർട്ട് പോർഷന് അളന്നെടുത്തിട്ടുള്ള തുണി 4ആയിട്ടൊന്ന് മടക്കുക. ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 1 ഇഞ്ച് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചൊന്നും കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് എല്ലാം സ്റ്റിച്ചിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് ബാക്ക് പീസിൻ്റെ ലെങ്ത്തിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ എല്ലാം സ്റ്റിച്ചിന് ശേഷമാണ് ലെങ്ത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇനി ഇതിനുള്ള ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് 4ആയിട്ട് മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് അളവ് ഡ്രസ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അളവ് ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവ് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അതിൽ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് എടുക്കുക. അതുപോലെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ യോക്ക് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരു പീസ് മാത്രം മതി. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കണം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഷോൾഡറിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്താണ് കൂടുതലും എളുപ്പം. ഇപ്പോൾ ഷോൾഡർ ഇവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ ഇറക്കം ഇവിടെ 6.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തുന്ന ഈ 6.25 ഇഞ്ചിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ കൂടെ മറിച്ചടിക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക, 4ആയിട്ട് മടക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികുവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇത് മറച്ചെടുത്തതിന് ശേഷം ഇത് നെക്ക് പീസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്ക് പീസിൻ്റെ നല്ല വശത്താണ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഈ ഓരോ ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി മറിച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ മറിച്ച് അതുപോലെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തു കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ വരുന്ന സ്കേർട്ടിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാം. പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ യോക്ക് പോർഷൻ ഇതുപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് ആണ് ഇതിൽ വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇതിൽ കൊള്ളുന്ന അത്രയും പ്ലീറ്റ്സ് ആണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൽ കൊള്ളാവുന്ന അത്ര പ്ലീറ്റ്സ് തെറ്റാണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ യോക്ക് പോർഷൻ ഇങ്ങനെ മറച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മറച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ പ്ലീറ്റ്സ് കറക്റ്റിന് ഒതുങ്ങി താഴോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ ആദ്യം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ അവിടെ വരെയാണ് ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡ് പോർഷനിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഷോൾഡറിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. ഷോൾഡർ ഇവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലും 2.5 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറക്കം ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വരച്ചതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക, 4ആയിട്ട് മടക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെക്ക് പീസ് വയ്ക്കുക. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മറച്ചെടുക്കുക. മറച്ചെടുത്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ കർവ് വരുന്ന ഏരിയയിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുക്കുക. കട്ടിങ്സ് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ മറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇത് ഉള്ളിലോട്ട് മറച്ച് വെച്ചതിന് ശേഷം അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ചരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം. കാരണം നമ്മൾ ബാക്കിൽ ആം ഹോളിൻ്റെ അവിടെ വരെയാണ് ലൈനിങ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. then ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ വരെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും ഞാൻ സ്ലിറ്റിൻ്റെ അവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ലൈനിങ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ലൈനിങ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും മാത്രം എടുത്തിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഉള്ളിൽ ഒരു അണ്ടർ സ്കേർട്ട് പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. ലൈനിങ് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നടക്കുമ്പോൾ തടസ്സം ഉണ്ടാവും. പിന്നെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ 4ആയിട്ട് മടക്കി എടുക്കുക. സ്ലീവ് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗത്തിലൂടെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സ്ലീവിൻ്റെ നീളം 18 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവിൻ്റെ മറുഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സിന് വെച്ച് കൊടുക്കുക. രണ്ട് സ്ലീവിലും ഇതേപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി സ്ലീവിൻ്റെ രണ്ട് അറ്റം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവിൻ്റെയും ഇതേപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ വെക്കുക. ഈ സെൻറ്റർ ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ അടുത്ത സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ അടിവശം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒപ്പം വെച്ച് വെട്ടിയെടുക്കുക. അതിനുശേഷം ഇത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്